നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. വീണ്ടും കാട്ടാനക്കലിയിൽ ജീവൻ പൊലിഞ്ഞു. മരിച്ചത് കൃഷിയിടത്തിൽ കൂവ വിളവെടുക്കുകയായിരുന്ന നേര്യമംഗലം സ്വദേശി ഇന്ദിര. പാലക്കാട് നഗരത്തെ 4 മണിക്കൂർ മുൾമുനയിൽ നിർത്തി ആന 2 പശുക്കളെയും ആടിനെയും ചവിട്ടിക്കൊന്നു. പട്ടാമ്പി നേർച്ചയ്ക്കിടെ കൂട്ടയടിയും ലാത്തിച്ചാർജും. ഉപ ആഘോഷ കമ്മിറ്റിക്കാർ ഏറ്റുമുട്ടിയത് ഘോഷയാത്രയ്ക്കിടെ. കൂട്ടയടിക്കിടെ ആനയും വിരണ്ടോടി. കായംകുളത്തും ക്ഷേത്രോത്സവത്തിനിടെ സംഘർഷം. കണ്ണൂർ നടുവിലിൽ ഓടിക്കൊണ്ടിരുന്ന ലോറിക്ക് തീ പിടിച്ചു. ലോറി പൂർണ്ണമായി കത്തിനശിച്ചു. കാരണം വ്യക്തമല്ല. കൃഷിയിൽ നേട്ടവുമായി യുവാക്കൾ. 100 മേനി കൊയ്ത് എറണാകുളം സ്വദേശികൾ. കൃഷി 10 ഏക്കറിൽ. പയ്യന്നൂർ കാപ്പാട്ട് കഴകത്തിൽ പുള്ളി ഭഗവതി തെയ്യം കെട്ടിയാടി. അപൂർവ തെയ്യത്തെ കാണാൻ നിരവധി ഭക്തർ. വാർത്തകളിലേക്ക് വിശദമായി. കോതമംഗലത്ത് കാട്ടാനയാക്രമണത്തിൽ വീട്ടമ്മ കൊല്ലപ്പെട്ടു. കോതമംഗലം കാഞ്ഞിരവേളി മുണ്ടോം കണ്ടത്തിൽ ഇന്ദിര രാമകൃഷ്ണൻ 78 മരിച്ചത്. സ്വന്തം കൃഷിയിടത്തിൽ വിളവെടുക്കുന്നതിനിടെയാണ് കാട്ടാനയാക്രമണം ഉണ്ടായത്. കാട്ടാന ചവിട്ടിക്കൊല്ലുകയായിരുന്നു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരിച്ചത്. കോൺഗ്രസ് നേതാക്കളും ആശുപത്രി സന്ദർശിച്ചു. സ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. വിവരങ്ങളുമായി ടാൽസൺ പി മാത്യു ചേരുകയാണ്. ടാൽസൺ, നിരവധി തവണയായി കാട്ടാനയാക്രമണം മേഖലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇന്ന് ഒരു വയോധികയ്ക്കാണ് ജീവൻ പൊലിഞ്ഞിരിക്കുന്നത്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? സംഘർഷ സാധ്യത ഇപ്പോഴും നിലനിൽക്കുകയാണോ? ഇപ്പോൾ കോതമംഗലം താലൂക്ക് ആശുപത്രിയിലാണ് മൃതദേഹം ഉള്ളത്. ഇവിടെ സംഘർഷാവസ്ഥ നിലവിലുണ്ട്. ഇടുക്കി MP ഡി കുര്യാക്കോസ്, മൂവാറ്റുപുഴ MLA മാത്യു കൊടനാടൻ തുടങ്ങിയവർ സ്ഥലത്ത് ഉണ്ട്. DCC പ്രസിഡന്റ് ഷിയാസ് ഇവിടെ എത്തിയിട്ടുണ്ട്. പോലീസ് മോർച്ചറിയിലെത്തി ഇൻക്വസ്റ്റ് തയ്യാറാക്കാൻ ആരംഭിച്ചപ്പോൾ ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകൾ, നാട്ടുകാർ, പ്രദേശവാസികൾ, UDFന്റെ പ്രവർത്തകരെല്ലാം കൂടി പോലീസിനെ തടയുകയായിരുന്നു. അതേ തുടർന്ന് കുറെ വാക്കുതർക്കവും സംഘർഷാവസ്ഥയും ഉണ്ടായിരുന്നു. ഇപ്പോൾ നിലവില് മന്ത്രിയും ഉന്നത ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്താതെ മൃതദേഹം വിട്ടുകൊടുക്കില്ല എന്നുള്ള നിലപാടാണ് ഇവർ സ്വീകരിച്ചിരിക്കുന്നത്. കോതമംഗലത്ത് കാട്ടാന വീട്ടമ്മയെ ചവിട്ടിക്കൊന്നു. മേഖലയിൽ സംഘർഷം നിലനിൽക്കുകയാണ്. മന്ത്രി എത്താതെ മൃതദേഹം ഏറ്റുവാങ്ങില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് നാട്ടുകാർ. വിവരങ്ങളുമായി ചേർന്നത് ടാൽസൺ പി മാത്യു. നേര്യമംഗലം കാട്ടാനയാക്രമണത്തിൽ റിപ്പോർട്ട് തേടി വനമന്ത്രി. കാട്ടാനയാക്രമണത്തിൽ അടിയന്തര യോഗം ചേരാനും പ്രദേശത്ത് പ്രത്യേകം ടീമിനെ നിയോഗിച്ച് പട്രോളിംഗ് ശക്തിപ്പെടുത്തുവാനും മുഖ്യ വനം മേധാവിക്ക് നിർദ്ദേശം നൽകിയെന്ന് മന്ത്രി അറിയിച്ചു. മരിച്ചയാളുടെ കുടുംബത്തിന് എല്ലാവിധ പിന്തുണയും നഷ്ടപരിഹാരവും നൽകാൻ മന്ത്രി നിർദ്ദേശിച്ചു. പ്രദേശത്ത് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നതാണെന്നും മന്ത്രി അറിയിച്ചു. നമ്മുടെ മലയോര മേഖലകളിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിൽ വല്ലാത്ത ആശങ്കയും ഉത്കണ്ഠയും തന്നെയാണുള്ളത്. ഇത് സംബന്ധിച്ച് ഒരു വിശദമായ റിപ്പോർട്ട് നൽകാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനോട് പറഞ്ഞിട്ടുണ്ട്. അടിയന്തരമായും അവിടെ ചെയ്യേണ്ട കരുതൽ നടപടികൾ സ്വീകരിക്കാനുള്ള നിർദ്ദേശം ചെയ്തിട്ടുണ്ട്. നഷ്ടപരിഹാര തുക ഉടൻ തന്നെ നൽകാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. 4 മണിക്കൂർ നേരം പാലക്കാട് നഗരത്തെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയ ആനയെ തളച്ചു. പട്ടാമ്പി നേർച്ച കഴിഞ്ഞ് തിരികെ കൊണ്ടുപോവുകയായിരുന്ന ആന ലോറി നിർത്തിയപ്പോൾ ഇറങ്ങി ഓടുകയായിരുന്നു. ആനയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. വടക്കുമുറി പ്രദേശത്ത് ആന 8 വീടുകൾ തകർത്തു. 2 പശുവിനെയും 1 ആടിനെയും കൊന്നു.
നേർച്ചയ്ക്കിടെ കൂട്ടയടി. ആഘോഷ കമ്മിറ്റികൾ തമ്മിലാണ് ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയത്. രാത്രി നടന്ന ഘോഷയാത്രയ്ക്കിടെയാണ് സംഭവം. ആനപ്പുറത്തിരിക്കുന്നവരെ ആക്രമിക്കാൻ ശ്രമിച്ചതോടെ ആന വിരണ്ടോടിയെങ്കിലും അപകടങ്ങളൊന്നും സംഭവിച്ചില്ല. സംഘർഷം രൂക്ഷമായപ്പോൾ പോലീസ് ലാത്തി വീശി. പോലീസുകാരൻ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആലപ്പുഴ കായംകുളത്ത് ക്ഷേത്രോത്സവത്തിനിടെ സംഘർഷം. കായംകുളം നടേൽ കണ്ണമ്പള്ളി ക്ഷേത്രത്തിൽ ഞായറാഴ്ച രാത്രിയാണ് സംഭവം. ഉത്സവത്തിന്റെ ഭാഗമായുള്ള നാടൻ പാട്ടിനിടെ പോലീസ് മൈക്ക് ഓഫ് ചെയ്യാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് സംഘർഷം ഉടലെടുത്തത്. ചേരിതിരിഞ്ഞ് വാക്കുതർക്കവും സംഘർഷവുമുണ്ടായി. തുടർന്ന് പോലീസ് ലാത്തി വീശി. 15ഓളം പേർക്ക് പരിക്കേറ്റു. കണ്ണൂർ നടുവിലിൽ ഓടിക്കൊണ്ടിരുന്ന ലോറിക്ക് തീപിടിച്ചു. ലോറി പൂർണ്ണമായും കത്തിനശിച്ചു. ഡ്രൈവറും സഹായിയും ഓടി രക്ഷപ്പെട്ടു. തളിപ്പറമ്പ് ഫയർ സ്റ്റേഷനിൽ നിന്ന് ഫയർ എഞ്ചിൻ എത്തിച്ച് തീകെടുത്തി. ശ്രീകണ്ഠപുരത്ത് നിന്നും കുഴൽക്കിണർ നിർമ്മാണത്തിന് ശേഷം ആലക്കോട്ടേക്ക് പോവുകയായിരുന്ന ലോറിക്കാണ് തീപിടിച്ചത്. ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് സംഭവം. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. നമ്മൾ ശ്രീകണ്ഠപുരത്ത് പണി കഴിഞ്ഞ ശേഷം ആലക്കുടയ്ക്ക് പോകുന്ന വഴിയാണ്. അപ്പം വണ്ടിയിൽ നിന്ന് പുകയും തീയും കണ്ടിട്ട് ചാടി ഇറങ്ങി നോക്കി. അപ്പോൾ തീ പിടിക്കുന്നത് കണ്ടുവച്ചിട്ട് നമ്മൾ ആൾക്കാർ ഇറങ്ങി മാറിയതുകൊണ്ട് ആൾക്കാർക്ക് വരികയില്ല. തിരുവനന്തപുരം കിളിമാനൂർ കാട്ടുംപുറത്ത് വി മുരളീധരന്റെ പ്രചാരണ ബോർഡും പോസ്റ്ററുകളും അജ്ഞാതർ നശിപ്പിച്ചു. പോസ്റ്റർ നശിപ്പിച്ചതിനെതിരെ പാർട്ടി നേതൃത്വം കിളിമാനൂർ പോലീസിൽ പരാതി നൽകി. പോലീസ് CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങി. തൃശൂർ അന്തിക്കാട് പഞ്ചായത്ത് ഗ്രൌണ്ടിൽ വർഷങ്ങളായി പണി തീരാതെ കിടക്കുന്ന ടർഫിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. ഗോൾ പോസ്റ്റിൽ അഴകെട്ടി തുണികൾ ഇട്ടായിരുന്നു പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറി അശ്വിൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി നെടുങ്കണ്ടത്ത് വീട് ആക്രമിച്ചതായി പരാതി. നെടുങ്കണ്ടം സ്വദേശി വെട്ടുകല്ലാങ്കുഴിയിൽ സിബി മാത്യുവിന്റെ വീടാണ് വാടകയ്ക്ക് താമസിച്ചിരുന്നവർ തകർത്തത്. വീട് ഒഴിഞ്ഞുകൊടുക്കാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്നായിരുന്നു ആക്രമണം. വീടിന്റെ ജനൽ ചില്ലകൾ തകർത്തു. സ്കൂട്ടറിനും കേടുപാടുകൾ വരുത്തി. വീട്ടുടമസ്ഥൻ നെടുങ്കണ്ടം പോലീസിൽ പരാതി നൽകി. ഇവിടെ വീട്ടിൽ വന്ന് ഇവര് പൈസ കൊടുക്കാനുള്ളവര് പലരും ഇവിടെ വന്ന് ബഹളം വെക്കുകയും പല രീതിയിലുള്ള പ്രശ്നങ്ങളും അയൽവക്കത്തുള്ളവർക്ക് പോലും ജീവിക്കാൻ മേലാത്ത അത്രയും മോശമായിട്ട് ഇവരിവിടെ ജീവിച്ചപ്പം അയൽവക്കക്കാർ തന്നെ പറഞ്ഞു ഇവരെ പറഞ്ഞു വിടണമെന്ന്. അവർ തന്നെ സ്വയം ഈ ഫെബ്രുവരി 29-ാം തീയതി മാറിക്കൊള്ളാമെന്ന് പറയുകയും ഈ രാത്രിയിൽ 11:56 ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. ഞാൻ ഉള്ള ഈ ആന്റിബയോട്ടിക് എല്ലാം കൂടെ കഴിച്ചും ഒരു സ്ലീപ്പിംഗ് പിൽസും എല്ലാം കഴിച്ച് വേദന സഹിക്കാൻ വയ്യ. ഞാൻ കിടന്ന് ഉറങ്ങുന്ന മനുഷ്യനെ ബോംബ് പൊട്ടുന്ന ഒരു സൗണ്ട് കേട്ടുകൊണ്ടാണ് ഞാൻ എണീക്കുന്നത്. എൻ്റെ ഇവിടെ കിടന്ന തൂമ്പ എടുത്ത് അടിച്ച് എൻ്റെ ജനലുകൾ മുഴുവൻ അടിച്ച് പൊട്ടിച്ചു. അപ്പൻ്റെ കൈ തൂമ്പ ജനലിൽ കൂടെ നോക്കുമ്പോൾ പൊട്ടിച്ച് ഒരു ജനൽ ഞാൻ തുറന്നിട്ടിരിക്കുമായിരുന്നു ആ കാറ്റ് കയറാൻ വേണ്ടിയിട്ട്. അത് കൂട്ടിയുള്ള അടിയാണ്. അത് കഴിഞ്ഞ് വെച്ചിട്ടാണ് പിന്നെ മകൻ പൈപ്പ് എടുത്തുകൊണ്ടുപോയി ഫ്രണ്ട് വശം മുഴുവൻ അടിച്ചു തകർക്കുന്നു. തന്ത ബൾബ് അടിച്ചു പൊട്ടിച്ചു. അല്ലെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കാനും പറ്റിയിട്ടില്ല. ഇതൊക്കെയാണ് ഇവിടെ നടന്ന സംഭവങ്ങൾ. ബാക്കി എല്ലാ സത്യങ്ങളും ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ പോയിട്ട് വന്നതാണ്. കാസർഗോഡ് അത്തിയടുക്കത്തെ നീന്തൽ പരിശീലനം ശ്രദ്ധേയമാകുന്നു. ജലസേചന വകുപ്പിന്റെ തടയണ ഉപയോഗപ്പെടുത്തി നാട്ടുകാരനായ ശശിധരനാണ് സൗജന്യ നീന്തൽ പരിശീലനം നൽകുന്നത്. മലയോര മേഖലയിൽ നിന്നടക്കം നിരവധി പേരാണ് ഇവിടെ പരിശീലനത്തിനായി എത്തുന്നത്. കുറ്റിക്കോൽ അത്തിയടുക്കത്ത് 15 വർഷം മുമ്പ്
പഞ്ചായത്ത് ജലസേചന വകുപ്പ് നിർമ്മിച്ച തടയണയാണ് 2019 മുതൽ നീന്തൽ പരിശീലനത്തിനായി ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഇതിനോടകം 450ഓളം കുട്ടികളാണ് നീന്തൽ പരിശീലനം നേടിയത്. ഇവരിൽ സംസ്ഥാന ജില്ലാ നീന്തൽ മത്സരങ്ങളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളും ഉണ്ട്. സിവിൽ ഡിഫൻസ് അംഗം ശശിധരനാണ് കുട്ടികൾക്ക് സൗജന്യ പരിശീലനം നൽകുന്നത്. നീന്തൽ പരിശീലനത്തിൽ പ്രാവീണ്യം ലഭിച്ച ശശിധരൻ നാട്ടിലെ ജലസ്രോതസ് ഉപയോഗപ്പെടുത്തി സന്നദ്ധ സേവനത്തിന് ഇറങ്ങുകയായിരുന്നു. ഏറ്റവും കൂടുതൽ മഴക്കാലത്ത് മുങ്ങി മരണങ്ങളാണ് ഏകദേശം നമ്മളത് കേൾക്കുന്നത്. കാരണം ഒഴുക്കിൽപ്പെട്ടൊന്നും നീന്താൻ അറിയാത്ത, ഇപ്പോൾ ഏകദേശം കുട്ടികൾ 1-2 പേർക്ക് നീന്താൻ അറിയാം, കൂടെ പോയവർക്ക് നീന്താൻ അറിയാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ 1-2 വെള്ളത്തിൽ പോയിട്ട് അതുപോലത്തെ അനുഭവം നമ്മളെ നാട്ടിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ അതും കൂടി നമുക്ക് ഇതിലൂടെ അത് മാത്രമല്ല, അവരെ രക്ഷ മാത്രമല്ല, പിന്നെ ഒരാളെയും കൂടി രക്ഷയാണ് നമ്മൾ അവരിലൂടെ കാണുന്നത്. കാസർഗോഡിന്റെ മലയോര പ്രദേശങ്ങളിൽ നിന്നടക്കം നിരവധി പേരാണ് പരിശീലനത്തിനായി ഇവിടെ എത്തുന്നത്. സൗജന്യവും സുരക്ഷിതവുമായി നീന്തൽ പഠിക്കാൻ കുട്ടികളും മുതിർന്നവരും എത്തുന്നു. 5 വയസ്സിലാണ് ഞാൻ ഇവിടെ നീന്താൻ വന്നുകൊണ്ടുണ്ടായത്. ഇപ്പം 2 വർഷമായി ഞാനിപ്പോൾ വരുന്നത്. പിന്നെ ഞാൻ വെള്ളത്തിലൊക്കെ ഉണ്ടാകുമ്പോൾ എനിക്ക് സപ്പോർട്ടിനായി കുറേ ഫ്രണ്ട്സൊക്കെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് സ്വിമ്മിങ്ങിന് നല്ല റിലാക്സ് ആണ്. അതുകൊണ്ട് എനിക്ക് 4 ടൈപ്സ് ആയിരുന്നു നീന്താൻ അറിയുന്നത്. ബട്ടർഫ്ലൈ അറിയും, ബാക്ക് സ്ട്രോക്ക് അറിയും, ഫ്രീ സ്റ്റൈൽ അറിയും. ജലാശയങ്ങളിലെ അപകടങ്ങൾ വർദ്ധിക്കുമ്പോൾ അത്യടുക്കത്തെ മാതൃക പിന്തുടർന്നാൽ ഒരു പരിധിവരെ മുങ്ങിമരണങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് 18 കാസർഗോഡ്. കാർഷിക മേഖലയിൽ യുവതലമുറയ്ക്ക് മാതൃകയാവുകയാണ് എറണാകുളം സ്വദേശികളായ 2 യുവാക്കൾ. 10 ഏക്കർ സ്ഥലത്ത് നെൽകൃഷി ഇറക്കി 100 മേനി വിളവ് കൊയ്തിരിക്കുകയാണ് ഇരുവരും. ആയവന കാവക്കാട് സ്വദേശി ഫ്രാങ്ക്ലിനും വാഴക്കുളം മുല്ലപ്പുഴച്ചാൽ സ്വദേശി ജെറിൻ ജോർജുമാണ് പാട്ടത്തിനെടുത്ത 10 ഏക്കർ സ്ഥലത്ത് നെൽകൃഷി ഇറക്കിയത്. 3 വർഷമായി പൈനാപ്പിൾ ഉൾപ്പെടെയുള്ള കൃഷികൾ ചെയ്തു വരുന്ന ജെറിനും ഫ്രാങ്ക്ലിനും ഇത്തവണ നെൽകൃഷി ഇറക്കുകയായിരുന്നു. തരിശായി കിടന്ന 1 ഏക്കർ പാടമായിരുന്നു ആദ്യമായി കൃഷിക്ക് തയ്യാറാക്കിയത്. ഇത് വിജയം കണ്ടതോടെ സമീപത്തെ പാടം ഉടമകളും ഇവർക്ക് കൃഷി ഇറക്കുന്നതിനായി സ്ഥലം വിട്ടു നൽകുകയായിരുന്നു. ഇതോടെയാണ് 10 ഏക്കർ സ്ഥലത്ത് നെൽകൃഷി ചെയ്ത് വിജയം കൊയ്തിരിക്കുന്നത്. പൊന്മണി ഇനത്തിൽപ്പെട്ട നെൽവിത്തുകളാണ് വിതച്ചത്. വിദേശ രാജ്യങ്ങളിലേക്കടക്കം മികച്ച ജോലി തേടി പോകുന്ന യുവതലമുറയ്ക്ക് പ്രചോദനം കൂടിയാണ് തങ്ങളുടെ കൃഷിയെന്ന് IT പ്രൊഫഷണൽ കൂടിയായ ജെറിൻ ജോർജ് പറഞ്ഞു. ഇതിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇതിന്റെ പ്രാധാന്യത്തെപ്പറ്റി നമുക്ക് കൂടുതൽ അറിഞ്ഞത്. ഇന്നത്തെ യുവതലമുറ ഒരു കുടുംബത്തിൽ ഒരാളെങ്കിലും ഇതിനെപ്പറ്റി അറിയണം എന്നുള്ളത് ഒരു ആവശ്യകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മളെല്ലാവരും 3 അല്ലെങ്കിൽ 2 നേരം ചോറ് കഴിക്കുന്നവരാണ്. ആ ചോറ് നമ്മുടെ മേശപ്പുറത്ത് എങ്ങനെ വരുന്നു എന്നുള്ളത് അതിനെപ്പറ്റി പഠിക്കണമെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യകതയാണ്. തരിശുപാടങ്ങൾ കൃഷിയിറക്കി ഏവർക്കും മാതൃകയാകുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തനമെന്ന് ഫ്രാങ്ക്ലിനും പറഞ്ഞു. എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം നിൽക്കുന്ന സുഹൃത്തുക്കളുടെ അകമഴിഞ്ഞ സഹകരണമാണ് ഇവർക്ക് ഇത്തരത്തിലുള്ള മികച്ച വിജയം കണ്ടെത്തുന്നതിന് സഹായകരമായത്. നമ്മളിവിടെ ഏകദേശം ഒരു 10 ഏക്കർ അടുത്ത സ്ഥലമാണ് കൃഷി ചെയ്തേക്കുന്നത്. ഈ പ്രാവശ്യം കൃഷി ചെയ്തേക്കണ വിത്ത് പൊന്മണിയാണ്. നമ്മളിത് നടുവല്ല ചെയ്തേക്കണേ, വിതച്ചാണ് കൃഷി ചെയ്തേക്കണേ. അതിനൊക്കെ ഒത്തിരി ചേട്ടന്മാരുണ്ടായിരുന്നു. നെൽകൃഷി വിളവെടുക്കുന്നതോടെ പുതിയ സ്ഥലങ്ങളും ഏറ്റെടുത്ത് പുതിയ പുതിയ കൃഷി രീതികളും കൃഷികളും പഠിക്കുന്നതിനും കൃഷി ഇറക്കുന്നതിനുമുള്ള തയ്യാറെടുപ്പിലാണ് ഇരുവരും. ന്യൂസ് 18 കോതമംഗലം. കാസർഗോഡ് ചെറുവത്തൂരിൽ കുടുംബശ്രീ പ്രവർത്തകരുടെ തണ്ണിമത്തൻ കൃഷിയിൽ മികച്ച വിളവ്. പാട്ടത്തിനെടുത്ത 50 സെന്റ് ഭൂമിയിലായിരുന്നു കുടുംബശ്രീ പ്രവർത്തകരുടെ തണ്ണിമത്തൻ കൃഷി. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ മാതൃകാ കൃഷിത്തോട്ടമായ കൈതക്കാട് വാർഡിലെ ഉഷസ് JLC ഗ്രൂപ്പിന്റെ കൃഷിയിടത്തിലാണ് തണ്ണിമത്തൻ വിളവെടുത്തത്. ഗ്രൂപ്പ് അംഗങ്ങളായ M ചന്ദ്രമതി, K ദേവകി, കമലാക്ഷി, സുചിത്ര എന്നിവർ ചേർന്നാണ് കൃഷി ഇറക്കിയത്. തണ്ണിമത്തന് പുറമെ ഓണം സീസണിൽ ചെണ്ടുമല്ലിയും ചീരയും കൃഷി ചെയ്യാറുണ്ട്. ഏകദേശം 4 ക്വിന്റൽ തണ്ണിമത്തനാണ് ഇത്തവണ വിളവ് ലഭിച്ചത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വിളവിൽ കുറവ് വന്നെങ്കിലും കൃഷി ലാഭകരം തന്നെയാണ്. ഇതിനു പുറമെ കുടുംബശ്രീയിൽ നിന്നുള്ള ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭിക്കും. 50 സെന്റ് ഭൂമി പാട്ടത്തിനെടുത്ത് ഡിസംബറിലാണ് കൃഷി ഇറക്കിയത്.
65-ാം ദിവസം വിളവെടുക്കാറായപ്പോൾ തോട്ടത്തിൽ നിന്നും നേരിട്ട് വാങ്ങിക്കാനായി ആവശ്യക്കാരും കൃഷിയിടത്തിലെത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. വരുന്ന ആള് നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകരുടെ വലിയ രീതിയിലുള്ള ഒരു മാതൃകാപരമാവുന്ന ഒരു പ്രവർത്തനമാണ് നമ്മുടെ ഈ സഹോദരിമാർ ചെയ്തത്. ഏറ്റവും നന്നായി തന്നെ കുടുംബശ്രീയുടെ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള CDS അംഗങ്ങളുടെ അല്ലെങ്കിൽ CDSന്റെ നേതൃത്വത്തിലുള്ള നല്ലൊരു കൈത്താങ് ഇവർക്ക് നൽകിയാണ് JLGയും അതുപോലെ തന്നെ മറ്റുള്ള സബ്സിഡിയൊക്കെ കൊടുത്തുകൊണ്ട് വരും കാലങ്ങളിൽ കുടുംബശ്രീക്ക് ഇതൊരു മുതൽക്കൂട്ടാവുമെന്ന കാര്യത്തിൽ സംശയമില്ല. CDS ചെയർപേഴ്സൺ ശ്രീജ ദിലീപ്, വാർഡ് മെമ്പർ ബുഷറ, മറ്റ് ജനപ്രതിനിധികൾ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് 18 ചെറുവത്തൂർ. കൃഷിയിൽ മികച്ച മാതൃക സൃഷ്ടിക്കുകയാണ് കണ്ണൂരിലെ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. 34 ഏക്കറിലാണ് പയറും പച്ചക്കറിയും വിളയിക്കാൻ ഒരുങ്ങുന്നത്. കാർഷിക വികസനം ലക്ഷ്യം വെച്ച് ബാങ്ക് ആവിഷ്കരിച്ച ഹരിത സമൃദ്ധി പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കൃഷി. കണ്ണൂരിലെ കതിരൂർ എരുവട്ടി വയലിൽ ഇത്തവണ പയറും പച്ചക്കറിയും വിളയിക്കാനൊരുങ്ങുകയാണ് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. എല്ലാവരും ഒറ്റക്കെട്ടായി പാടത്തിറങ്ങി വിത്തിട്ടപ്പോൾ എരുവട്ടി വയലിൽ ഗതകാല സ്മരണകൾ ഉണർന്നു. കാർഷിക വികസനം ലക്ഷ്യം വെച്ച് ബാങ്ക് ആവിഷ്കരിച്ച കൃഷി ജീവനം പദ്ധതിയായ ഹരിത സമൃദ്ധിയുടെ ഭാഗമായാണ് എരുവട്ടി വയലിൽ 34 ഏക്കറിൽ പയർ പച്ചക്കറി കൃഷി ആരംഭിച്ചത്. വിത്തിടൽ ചടങ്ങ് സിനിമാ താരം അനൂപ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ചോയൻ അധ്യക്ഷനായി. നാടൻപാട്ടു കലാകാരൻ അഖിൽ ചന്ദ്രനും സംഘവും നാടൻപാട്ടും പ്രാദേശിക കലാകാരികളുടെ കൈകൊട്ടിക്കളി എന്നിവയും അവതരിപ്പിച്ചു. ന്യൂസ് 18 കതിരൂർ. സകലമാന കേരളത്തിൽ ഇനിയൊരു ഇടവേള. വിവിധ കലാപരിപാടികളും അരങ്ങേറി. സുരാജ് വെഞ്ഞാറമൂട് തമിഴിലേക്ക് വിക്രം നായകനാകുന്ന തമിഴ് ചിത്രത്തിൽ സുരാജ് വെഞ്ഞാറമൂടും ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കും. SJ സൂര്യയും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ആദ്യം പിടിയിലായ 6 പ്രതികളുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. ബാക്കിയുള്ള 12 പ്രതികളെ കൂടി വിശദമായി ചോദ്യം ചെയ്യലിനായി പോലീസ് വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. പ്രതികളുടെ തെളിവെടുപ്പും ഇന്നുണ്ടായേക്കും. മുഖ്യപ്രതി സിൻജോ ജോൺസനെ ഹോസ്റ്റലിൽ എത്തിച്ച് തെളിവെടുത്തു. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷ യുവജന സംഘടനകൾ. കോൺഗ്രസിന്റെ പോഷക സംഘടനകളുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇന്ന് മാധ്യമ സമ്മേളനം. മഹിളാ കോൺഗ്രസും KSUവും യൂത്ത് കോൺഗ്രസും സംയുക്തമായാണ് സമ്മേളനത്തിന്റെ ഭാഗമാകുക. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയുടെ മരണത്തിൽ കള്ളപ്രചാരണം എന്നാരോപിച്ച് CPMന്റെ പ്രതിഷേധ കൂട്ടായ്മ ഇന്ന്. CPM കൽപ്പറ്റ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമരം. വൈകിട്ട് 4-ന് സർവകലാശാലയ്ക്ക് മുന്നിലാണ് പ്രതിഷേധം. ശമ്പളം വൈകുന്നതിനെതിരെ സർക്കാർ ജീവനക്കാർ ഇന്നു മുതൽ സമരത്തിൽ. സെക്രട്ടേറിയറ്റ് സബ് ട്രഷറി ഗേറ്റിന് മുന്നിൽ നിരാഹാരം നടത്തും. ഫെബ്രുവരിയിലെ ശമ്പളം അടിയന്തരമായി ലഭ്യമാക്കണമെന്നാണ് ആവശ്യം. വാർത്തകളിലേക്ക് വീണ്ടും. 83-ാം വയസ്സിലും കായികരംഗത്ത് വിജയം കൈവരിക്കുന്ന പത്മനാഭൻ നായർ കോഴിക്കോട് പേരാമ്പ്രക്കാരുടെ അഭിമാനമാണ്. ഹൈദരാബാദിലെ ഗച്ചിബൌലി സ്റ്റേഡിയത്തിൽ നടന്ന ദേശീയ മാസ്റ്റേഴ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പ്രായത്തെ വെല്ലുന്ന പ്രകടനമാണ് ഇദ്ദേഹം കാഴ്ചവെച്ചത്. പ്രായം ഒരു അക്കം മാത്രമാണെന്നാണ് ഇദ്ദേഹത്തിന്റെ പക്ഷം. ഹൈ ജമ്പിൽ സ്വർണം, ലോങ് ജമ്പിൽ വെങ്കലം. പേരാമ്പ്ര കൽപ്പത്തൂർ സ്വദേശി പത്മനാഭൻ നായർ ചെറുപ്പത്തിന്റെ വിജയതൃഷ്ണ കൈവിട്ടിട്ടില്ല. ഓരോ മത്സരങ്ങൾക്ക് തയ്യാറെടുക്കുമ്പോഴും ചിട്ടയായ പരിശീലനം തന്നെയാണ് 84-കാരന്റെ വിജയരഹസ്യം. 2 തവണ സംസ്ഥാന മാസ്റ്റേഴ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണവും വെള്ളിയും നേടിയിട്ടുണ്ട്. പാലയിൽ പോയി ആടുന്ന് പിന്നെ 2 ഗോൾഡ് മെഡൽ കിട്ടി. പിന്നെ തുടർച്ചയായി ഓല് വിളിക്കും. അതിനെങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ 3 പ്രാവശ്യം പോയി കിട്ടി. ഇന്നേരാന്ന് പിന്നെ ഹൈദരാബാദിലേക്ക് പോകാനുള്ള ഞാനപ്പോൾ എനിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ആരോടും പറഞ്ഞ് നാട്ടിലൊന്നും പറയാണ്ട് പോരാ. ചില ആടെത്തിയാരെ വലിയ ഭയങ്കരന്മാരാണ് സിഖുകാർ, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ ഭയങ്കരന്മാരെ ഓലോട് കളിച്ചൊരു ഗോൾഡ് മെഡൽ കിട്ടി. അന്നേരം തന്നെ എനിക്ക് വലിയ സന്തോഷം വന്നി. പിന്നെ നാട്ടുകാരെ
സപ്പോർട്ട് നല്ലോണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഹൈദരാബാദിൽ നിന്നും പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ നിന്നുമായിരുന്നു പ്രധാന എതിരാളികൾ. യുവാക്കൾ പോലും കായികശേഷിയിൽ പുറകിൽ നിൽക്കുമ്പോൾ മാതൃകാപരമായ നേട്ടമാണ് ഇദ്ദേഹത്തിന്റേതെന്നാണ് നാട്ടുകാരും പറയുന്നത്. ഒരു കാലത്ത് നാട്ടിലെ അറിയപ്പെടുന്ന വോളിബോൾ, ഫുട്ബോൾ കളിക്കാരനുമായിരുന്നു പത്മനാഭൻ നായർ. അമ്പയത്തിലും കമ്പവലിക്കും മികവ് പുലർത്തിയിട്ടുണ്ട്. ന്യൂസ് 18 പേരാമ്പ്ര. കണ്ണൂർ പയ്യന്നൂർ കാപ്പാട്ട് കഴകത്തിൽ ഉഗ്രരൂപിണിയായ പുള്ളി ഭഗവതി തെയ്യം കെട്ടിയാടി. തീപന്തങ്ങളുടെ വെളിച്ചത്തിൽ ഉറഞ്ഞാടിയ അപൂർവ തെയ്യത്തെ കാണാൻ നിരവധി വിശ്വാസികളാണ് ക്ഷേത്രമുറ്റത്ത് ഒത്തുകൂടിയത്. രൂപം കൊണ്ടും ഭാവം കൊണ്ടും ഭയാനകമായ തെയ്യക്കോലമാണ് പുള്ളി ഭഗവതി. പ്രത്യേക തരത്തിൽ അഗ്രമരിഞ്ഞ മോതിരക്കെട്ടിട്ട തുണു ശൈലിയിലുള്ളതാണ് മുടി. മുടിയിലും വിരലുകളിലും അരയോടയിലും തീപന്തങ്ങളാണ് തെയ്യത്തിന് ആഭരണങ്ങൾ. പ്രത്യേക തരത്തിലുള്ള മുഖത്തെഴുത്തും പുള്ളികുത്തും പൊയ്ക്കണ്ണും തെയ്യത്തിന്റെ ഭയാനകത വർദ്ധിപ്പിക്കും. കാളിയാർമടയിൽ പിറവികൊണ്ട മൂർത്തി ചേടകവാളുകളുമായി വെള്ളാട്ട് ദേവത്താറെ കാണാനിറങ്ങി. ഉഗ്രഭാവത്തിൽ ദേവത്താറുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട പുള്ളി ഭഗവതിയോട് എന്തിനാണ് വന്നതെന്ന് ദേവത്താർ ചോദിച്ചു. മനുഷ്യരെ ഭക്ഷിപ്പാൻ എന്ന മറുമൊഴിയിൽ കോപാകുലനായ ദേവത്താർ പുള്ളി ഭഗവതിയുടെ 2 കണ്ണും കുത്തിപ്പൊട്ടിച്ചു പറഞ്ഞയച്ചു എന്നാണ് ഐതിഹ്യം. ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങിയ ഭഗവതി ആദ്യമായി എത്തിയത് പയ്യന്നൂർ കാപ്പാട്ടുവളപ്പിലാണ് എന്നാണ് വിശ്വാസം. ന്യൂസ് 18 പയ്യന്നൂർ. സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ, ജെബി മേത്തർ, ഒപ്പം അലോഷി സേവ്യറും മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ സംപ്രേഷണം. SFI എന്ന് പറയുന്ന സംസ്ഥാനത്തിനകത്തെ ഏറ്റവും വലിയ ടെററിസ്റ്റ് റിക്രൂട്ടിംഗ് ഏജൻസി ഇന്നും മത്സരിക്കുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ സദാചാര ഗുണ്ടായിസം നടത്തിയിട്ടുള്ള ഹനുമാൻ സേനയോടും ബജ്രംഗ് ദളിനോടുമൊക്കെയാണ് എന്ന് പറയുമ്പോൾ ഇതിനകത്തെ സദാചാര ഗുണ്ടായിസത്തിന്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാവുകയാണ്. അതുണ്ട്. ആൾക്കൂട്ട വിചാരണ CPM-നെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു കാര്യമല്ല. ആൾക്കൂട്ട വിചാരണ, അരിയിൽ ഷുക്കൂറിന്റെ കേസ് നിങ്ങൾക്കറിയാം. ഒരാൾക്കൂട്ടം വിചാരണ ചെയ്തൊരു ചെറുപ്പക്കാരനെ കൊന്നതിന്റെ പശ്ചാത്തലം ഇതിനു മുൻപും CPM-നുണ്ട്. അങ്ങനെ പശ്ചാത്തലമുള്ള CPM ആൾക്കൂട്ട വിചാരണ നടത്തി ഒരു ചെറുപ്പക്കാരനെ ക്രൂരമായി കൊന്നിരിക്കുകയാണ്. ഇതിനുശേഷം ഉത്തരവാദിത്തപ്പെട്ട ആളുകളിൽ നിന്നുണ്ടാകുന്ന റിയാക്ഷനാണ് നമ്മളെ അമ്പരപ്പിക്കുന്നത്. ഇതിനകത്ത് സർക്കാരിന്റെ അനാവശ്യമായ വൃത്തികെട്ട ധൃതിയുടെ ഒന്നാമത്തെ ഉദാഹരണം ഈ വകുപ്പിന്റെ, ഈ സർവകലാശാലയുടെ വകുപ്പിന്റെ മന്ത്രി കൂടിയായ ശ്രീമതി ചിഞ്ചു റാണിയുടെ പ്രസ്താവനയാണ്. ഞാൻ അവരുടെ മാധ്യമങ്ങളിൽ തന്നെ കൊടുത്തിട്ടുള്ള 2 പ്രസ്താവനകൾ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുക. അതായത് 2 ദിവസമായി കേരളത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രി നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ, ആ പ്രസ്താവനകളാണ് ഞാനിപ്പോൾ കാണിച്ചത്. ഒന്നാമത്തെ ദിവസം തന്നെ മന്ത്രി പറയുകയാണ്, ഡീനാണോ കുട്ടികളെ ആക്രമിച്ചത്? ഡീന്റെ ഭാഗത്തൊരു തെറ്റുമില്ല, ഡീനെ പുറത്താക്കണ്ട. ഞാൻ ചോദിച്ചോട്ടെ, ഈ വിഷയത്തിനകത്ത് ഏതെങ്കിലും ഒരു അന്വേഷണം നടക്കുന്നതിന് മുമ്പ് വൈ ദിസ് അഗ്ലി ആൻഡ് ഡർട്ടി ഹേസ്റ്റ്? ഒരു സംസ്ഥാനത്തിന്റെ മന്ത്രിക്ക്
ഇറങ്ങി നിന്ന് ഒരു ഡീനിനെ പോലെ ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കേണ്ടുന്ന എന്ത് ബാധ്യതയാണ് ഈ സംസ്ഥാനത്തിനകത്തുള്ളത്? പിന്നീട് മാധ്യമങ്ങളിലൂടെ വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മന്ത്രിക്ക് തന്നെ തന്റെ മുൻ പ്രസ്താവനയിൽ നിന്ന് പിന്നാക്കം പോകേണ്ടുന്ന സാഹചര്യം ഉണ്ടായി. അപ്പൊ ഇവർ സംരക്ഷിക്കാൻ ആഗ്രഹിച്ച ഡീന്റെ, അയാൾ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കൊലപാതകത്തിന് ശേഷം വിളിച്ചു ചേർത്ത അനുശോചന യോഗത്തിൽ പറഞ്ഞിട്ടുള്ള പ്രസംഗം, അതിന്റെ വെർബാറ്റം ഇന്ന് എല്ലാ മാധ്യമങ്ങളിലും ലഭ്യമാണ്. എങ്കിലും ഞാൻ പറയാം, അയാളുടെ വെർബാറ്റം എന്താണ്? അന്ന് ഏകദേശം 1:45 സമയത്ത് നമുക്ക് അസിസ്റ്റന്റുകൾ കോൾ വരുന്നു, ഹോസ്റ്റലിൽ എന്തോ പ്രശ്നം നടക്കുന്നു, ഞാൻ ചെന്നു കണ്ടു, കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. അത് നോട്ട് ചെയ്യണം. ഞാൻ ചെന്നു കണ്ടു, കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ ആംബുലൻസ് വന്നു. എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ജീവൻ രക്ഷിക്കാമെന്ന് കരുതി പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. ആശുപത്രിയിൽ എത്തിച്ച ശേഷം ഡോക്ടർമാർ മരണം സ്ഥിരീകരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ശേഷം നമുക്ക് വേറെ മാർഗമില്ല, പോലീസിനെ അറിയിച്ചു. അതായത് മറ്റു മാർഗങ്ങളൊന്നുമില്ലാത്തതിന്റെ പേരിൽ പോലീസിനെ അറിയിച്ചു. പറഞ്ഞത് ഞാനല്ല, അവിടുത്തെ ഏതെങ്കിലും കോൺഗ്രസ് നേതാവല്ല, പറഞ്ഞിരിക്കുന്ന ആ സർവകലാശാലയിൽ ഉത്തരവാദിത്തപ്പെട്ട ടീം തന്നെയാണ്. അതിനുശേഷം അയാൾ പറയുകയാണ് കൺക്ലൂസീവായി ആക്സിഡന്റ് ആണ്, ഇത് ആക്സിഡന്റ് ആണ്. ഇതിനെപ്പറ്റി ആർക്കും സംശയങ്ങൾ ധ്വനിപ്പിക്കുന്ന വാചകങ്ങൾ പറയാൻ പാടില്ല. അവിടെ വന്നിരിക്കുന്ന കുട്ടികളോട് അയാൾ തന്നെ പറയുകയാണ് ഇത് ആക്സിഡന്റ് ആണ്, കൺക്ലൂസീവായി പറയുകയാണ് ആക്സിഡന്റ് ആണ്, ഇതിനെപ്പറ്റി ആരും സംശയാസ്പദമായി ഒന്നും പറയാൻ പാടില്ല. ഞാൻ ചോദിച്ചോട്ടെ, ആ ഹോസ്റ്റലിൽ നടന്ന സ്വാഭാവികമായൊരു സംഭവമാണ് എങ്കിൽ എന്തിനാണ് അതിനെ കവറപ്പ് ചെയ്തുകൊണ്ട് ആർക്കും സംശയം തോന്നരുത് എന്ന് ഡീൻ പറയുന്ന സാഹചര്യം എന്താണ്? അപ്പോൾ ഇതിനകത്തെ മുഖ്യ പങ്കുള്ളയാള് ഡീൻ തന്നെയാണ്. സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിക്കുന്നതാണ് കണ്ടത്. ഡീനിനും മന്ത്രി ചിഞ്ചുറാണിക്കും SFIക്കുമെതിരെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിച്ചത്. മറ്റു വാർത്തകളിലേക്ക്. കൊല്ലം തേവലക്കര പടിഞ്ഞാറ്റക്കര ശ്രീ ഇണ്ടിളയപ്പൻ കിരാതമൂർത്തി ക്ഷേത്രത്തിലേക്ക് ഓപ്പൺ എയർ സ്റ്റേഡിയം സമർപ്പിച്ചു. മനയിൽ എൻ ശിവരാമപിള്ളയുടെ ഓർമ്മയ്ക്കായി മകൻ വേണുഗോപാലാണ് സ്റ്റേജ് സമർപ്പിച്ചത്. NSS ട്രഷറർ NV അയ്യപ്പൻ പിള്ള ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം പ്രസിഡന്റ് രാജഗോപാൽ, സെക്രട്ടറി സുരേഷ് കുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പരിപാടിയുടെ ഭാഗമായി ഓട്ടൻതുള്ളൽ, കൈകൊട്ടിക്കളി, തിരുവാതിര എന്നിവ അരങ്ങേറി. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 കാരറ്റിന് ഗ്രാമിന് 5800